ഹലോ ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് അളവിൽ സേമിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വറുക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വറുത്തതുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ പഞ്ചസാര ഈ ഒരു അളവിന് എടുത്തിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇത്രയും യൂസ് ചെയ്യത്തില്ല, മധുരം നോക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒരു 3-4 ഇട്ടിട്ട് പൊടിച്ചെടുത്താണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലും വേണം. ഇനി നമുക്കൊരു ഉരുളി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ വറുക്കാത്ത നമ്മുടെ സേമിയ ആയതുകൊണ്ടിട്ടേനും നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം അതിനെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തീ കൂടി പോയി വെച്ചത്, അപ്പോൾ അതൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ലതുപോലെ നമ്മൾ മിക്സാക്കി എടുക്കാം. നമ്മുടെ സേമിയ റോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലൊഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും പായസം ഉണ്ടാക്കാനായിട്ട് അറിയാം. ഇനി അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം റോസ്റ്റ് ചെയ്യുന്ന സമയത്തും തീ കുറച്ച് തന്നെ വയ്ക്കുക. അതുപോലെ ഇളക്കി കൊടുക്കുന്ന കാര്യം വിട്ടുപോകരുത്. പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചൂടുവെള്ളവും 1 ലിറ്റർ പാലിലും കൂടെ കിടന്നിട്ടാണ് ഈ സേമിയ വേവിച്ച് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് തിക്നെസ് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ഒരുവിധം ലൂസായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സേമിയയുടെ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ പായസത്തിൻ്റെ കൂടെ ബോളിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അധികം മധുരം ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ബോളി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മടി കാണിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഞാനൊരു ഗ്ലാസ്സിൽ പായസം എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പായസവും നമ്മുടെ ബോളിയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ ഈ എറണാകുളത്തൊക്കെ അങ്ങനെ ബോളി അധികം കടകളിലില്ല. ഞാനിവിടെ സോമീസ് എന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് എറണാകുളത്ത്. നമ്മുടെ പായസവും ബോളിയും കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.